ഉലമാക്കൾ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, മറ്റു നേതാക്കൾ ഒരു പ്രഭാഷണത്തിന് ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെല്ലാം മരിച്ചപ്പോൾ ശത്രുക്കൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ വലിയ 3 മുഅ്ജിസത്തുകൾ വിശദീകരിക്കുന്നു. അതിൽ ഒന്നാണ് ഇന്നാഅതൈനാകൽ കൗസർ, തങ്ങൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞവൻ ആരാണ്? എന്നാൽ അവർക്ക് മക്കളെ വേണ്ടെന്ന് തീരുമാനിച്ചു. ഇന്നാഅതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ധാരാളം സന്താന പരമ്പര നൽകി. ഖിയാമത്ത് നാൾ വരെ തങ്ങളുടെ സന്താന പരമ്പര നിലനിർത്തും. ലോകം മുഴുവൻ തങ്ങളുടെ സന്താന പരമ്പര നിലനിർത്തും. എക്കാലത്തും തങ്ങളുടെ മഹത്തായ ആദർശം ആശയം നിലനിർത്താൻ ഞാൻ തങ്ങളുടെ സന്താന പരമ്പരകൾ ഏൽപ്പിക്കുമെന്ന് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച് മാഷാ അല്ലാഹ് ഇന്നും ആ സന്താന പരമ്പരകൾ ലോകം മുഴുവനും നിലനിൽക്കുന്നു. മാഷാ അല്ലാഹ് കേരളത്തിൽ ഇത്രയും 8-9 പതിറ്റാണ്ട് കാലത്തോളം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിയ മഹാനായ ശൈഖുൽ താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുർറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറിൻ, ദറജ ഉയർത്തലേ അല്ലാഹ്. മഹാനവൽ അഖ്ബീലയെ കുറിച്ച് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് ഏതാനും വാക്കുകളിലൂടെ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കാം. പലപ്പോഴും പലരും ധരിക്കാറുണ്ട് ശംസുൽ താജുൽ ഉലമയുടെ കുടുംബം യമനിൽ നിന്ന് വന്നതാണ് എന്ന്. ആ ധാരണ തിരുത്തണം. യമന് വളരെ പ്രധാനപ്പെട്ട നാടാണ്. 19ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ യമനെ പ്രതിപാദിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. പക്ഷേ താജുൽ ഉലമയുടെ കുടുംബം ബുഖാരി സാദാത്തുക്കൾ യമനിൽ നിന്ന് വന്നവരല്ല. മഹാനായ ഇമാമുൽ അഇമ്മ മാലിക് ഇമാം ദാരുൽ ഹിജ്റ മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, അൽ ഇൽമു ശജറ ജുദൂറുഹാ ഫീ മക്ക വഫുറൂഹ വസാഖുഹാ ഫിൽ മദീന വഫുറൂഹ ഫിൽ ഇറാഖ് വതിമാറുഹാ ഫീ ഖുറാസാൻ. വിജ്ഞാനമെന്ന് പറയുന്ന വലിയ വൃക്ഷമാണ്. അതിന്റെ അടിവേര് കിടക്കുന്നത് പരിശുദ്ധമായ മക്കയിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ എല്ലാ വിജ്ഞാനത്തിന്റെയും അടിസ്ഥാന കേന്ദ്രം, എല്ലാറ്റിന്റെയും അടിവേര്. വസാഖുഹാ ഫിൽ മദീന, 10,000 സ്വഹാബത്ത് ഉൾക്കൊള്ളുന്ന മദീനയാണ് അതിന്റെ തടിമരം കിടക്കുന്നത്. വഫുറൂഹ ഫിൽ ഇറാഖ്, മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ലീഡർ നേതാവാകലോടുകൂടെ തന്നെ അതാ ഇസ്ലാമിന്റെ ക്യാപിറ്റലായി, ഇസ്ലാമിന്റെ തലസ്ഥാനമായി ഇറാഖ് മാറുകയായി. അവിടെയാണ് വഫുറൂഹ ഫിൽ ഇറാഖ്, ഇറാഖിലാണ് വിജ്ഞാനത്തിന്റെ കൊമ്പുകൾ കിടക്കുന്നത്. അവിടെയാണ് വൃക്ഷങ്ങളുടെ ചുല്ലികൾ കിടക്കുന്നത്. പിന്നീട് മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു വസിമാറുഹാ ഫീ ഖുറാസാൻ, അതിന്റെ കായ്കനികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. അതിന്റെ കായ്കനികൾ ഖുറാസാനിലാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, പ്രവർത്തകർ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും പഠിപ്പിക്കുന്ന മുഴുവൻ ഒട്ടുമിക്ക കിതാബുകളുടെയും മുസന്നിഫുകളൊക്കെ ഖുറാസാനിലാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം നസായി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു, മഹാനായ സഈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു, ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുഴുവൻ സാദാത്തുക്കളും ഉലമാക്കളും അവരുടെ ഇസ്ലാമിന്റെ വൃക്ഷങ്ങൾ, അവരുടെ ഇസ്ലാമിന്റെ കൈകനികൾ, അവരെന്നല്ലേ ഞാനും നിങ്ങളും ഇസ്ലാം ഉൾക്കൊള്ളുന്നത്. അത് ഖുറാസാനിലാണ്. എന്നാൽ എവിടെയാണ് ഖുറാസാൻ? പലപ്പോഴും അത് പഠിച്ചില്ല. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുറാസാൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തജാക്കിസ്ഥാനും തുർക്കുമാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്നതാണ്. പഴയ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെയും ഇന്ത്യയുടെയും ഇടയിലുള്ള ബോർഡറായിരുന്നു. മുഅ്ജമുൽ ബുൽദാൻ മറിച്ചു നോക്കിയാൽ ഖുറാസാനിന്റെ ബോർഡർ മനസ്സിലാക്കുന്നതാണ്. ആ ഖുറാസാനിലാണ് ബുഖാറയുള്ളത്, ആ ഖുറാസാനിലാണ് താഷ്കന്റ് ഉള്ളത്, ആ ഖുറാസാനിലാണ് നിസാബൂർ ഉള്ളത്, ആ
ഖുറാസാനിലാണ് സമർക്കന്തുള്ളത്. ചരിത്രങ്ങൾ പഠിക്കാൻ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ വരണം. ആ ഖുറാസാനിലെ ബുഖാറയിൽ നിന്നാണ് മഹാനായ താജുൽ ഉലമാ ശൈഖ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ്. ചരിത്രമറിയാത്തവര് റഷ്യയിലല്ലേ ഖുറാസാൻ ബുഖാറ, റഷ്യയിലെ സാദാത്തുക്കൾക്ക് ചരിത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യമനിലല്ലേ തങ്ങന്മാര് വരേണ്ടത്? തങ്ങന്മാരുടെ നാട് യമനല്ല, തങ്ങന്മാരുടെ നാട് മദീനയാണ്. മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് പോയി, ഇറാഖിൽ നിന്ന് ഹിജ്റ 316 മഹാനായ അഹ്മദുൽ മുഹാജിർ റളിയല്ലാഹു തആല തങ്ങൾ യമനിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് യമന്റെ ചരിത്രം തുടങ്ങുന്നത്. എന്നാൽ അതേ ഇറാഖിൽ നിന്ന് മഹാനായ മൂസൽ കാളിം റളിയല്ലാഹു തആല തങ്ങളുടെ സന്താന പരമ്പരയിൽ ഖാളിമി സാദാത്തുകളിൽ ബുഖാറയിലേക്ക് എത്തി. ബുഖാറയിൽ നിന്ന് 800 കൊല്ലം മുമ്പ് കേരളത്തിൽ ആദ്യമായി എത്തിയ സയ്യിദ് മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈൻ. കണ്ണൂർ കക്കുളങ്ങളെ വട്ടടുത്ത് പഴയ നാഷണൽ ഹൈവേയുടെ ഓരത്ത് അതാ കക്കുളങ്ങര പള്ളി മഖാം, അവിടെ സിയാറത്തിന് ചെല്ലേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. 800 കൊല്ലം മുമ്പ് മഹാനായ ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു അവരാണ് കേരളത്തിൽ ആദ്യമായി ദീനീ പ്രബോധനത്തിലെത്തിയ സയ്യിദ്. 400 കൊല്ലത്തിന് കേരളത്തിൽ മറ്റൊരൊറ്റ സയ്യിദും ഉണ്ടായിട്ടില്ല. അഥവാ താജുൽ ഉലമയുടെ കുടുംബ പരമ്പരയല്ലാതെ ബുഖാരി സാദാത്തുക്കളല്ലാതെ 400 കൊല്ലത്തിന് കേരളത്തിൽ മറ്റാരും ഉണ്ടായിട്ടില്ല. പാണക്കാട് സാദാത്തുക്കൾ ദറജനെ ഉയർത്തരുഹവ. ആ സാദാത്തുക്കൾ ആദ്യത്തെ ഉപ്പാപ്പയുള്ളതും കണ്ണൂർ കക്കുളങ്ങര പള്ളി മഖാമിൽ തന്നെയാണ്. കണ്ണൂർ കക്കുളങ്ങര പള്ളി മഖാമിൽ ഇന്നത്തെ ഖാളി 41ാമത്തെ ഖാളിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഇളാപ്പയുടെ മകനാണ്. ഞാൻ ഇന്നലെ എന്റെ രാത്രി ചോദിച്ചു, ഇന്നലെ രാത്രി എന്റെ വീട്ടിലുണ്ട്, രാത്രി സദസ്സിലുണ്ട്. ഞാൻ 41ാമത്തെ ഖാളിയാണ്. ഇങ്ങനെ 41 പരമ്പര നിൽക്കുന്ന ഖാളി ഇവിടെ ബുഖാരി സാദാത്തുക്കൾക്കല്ലാതെ മറ്റാർക്കാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആ ബുഖാരി സാദാത്തുക്കളിൽ മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ സന്താന പരമ്പരയിൽ കരുവരഞ്ചി മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അവരുടെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റളിയല്ലാഹു ആ കരുവഞ്ചിരുത്തിയിൽ ആ വലിയ ജുമാഅത്ത് പള്ളിയുടെ മുമ്പിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് അബൂബക്കർ തങ്ങളെന്ന് പറയുന്നവര് ആണ് താജുൽ ഉലമയുടെ മഹാനായ പിതാവ്. ആ താജുൽ ഉലമയുടെ പരമ്പരകള് ഞാൻ കൂടുതൽ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. കേരളത്തിലെ മറ്റെല്ലാ സാദാത്തുക്കള് ഉദാഹരണത്തിന് വലിയ കുടുംബമാണ് സാദാത്ത് ജമലുല്ലൈലി. ആ മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് വഫാത്തായത് ഈ റബീഉൽ ആഖിർ മാസത്തിലാണ്. ദറജനെ ഉയർത്തണേ അല്ലാഹ്. അവർ വഫാത്തായി ഈ റബീഉൽ ആഖിറിലേക്ക് 206ാമത്തെ ആണ്ടാണ് നടക്കുന്നത്. മഹാനായ ഖുത്ബുസ്സമാൻ മൗലദ് ദമീല അസ്സയ്യിദുൽ മംബറമി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അനേകായിരം കറാമാത്തിന്റെ ഉടമയാണ്. മഹാനുകൾ വഫാത്തായിട്ട് 176-77ാമത്തെ കൊല്ലമാണ് വരുന്ന മുഹറമിലേക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് മറവിട്ട് കിടക്കുന്ന ജിഫ്രി സാദാത്തുക്കള് വഫാത്തായിട്ട് 200-300 കൊല്ലത്തിന്റെ ഇടയിലാണ്. കോഴിക്കോട് കൊയിലാണ്ട് വലിയ കടപ്പുറത്ത് വലിയ യഥാർത്ഥങ്ങൾ സാഹിബുൽ വഹദ് സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ്. ബാലവി സാദാത്തുക്കളില് ഹൈദ്രൂസ് സാദാത്തുക്കളില് സാഹിബുൽ വഹദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി എത്തിയത്. എന്നാൽ അതിന്റെ 400 കൊല്ലം മുമ്പ് മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരി സാദാത്തുക്കള് കേരളത്തിലെത്തുകയും 400 കൊല്ലം കേരളത്തിന് നേതൃത്വം നൽകാൻ താജുൽ ഉലമയുടെ കുടുംബമല്ലാതെ ബുഖാരി സാദാത്തുക്കളല്ലാതെ മറ്റു സാദാത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ആ ബുഖാരി സാദാത്തുക്കളിൽ ചെറുപ്പകാലം തൊട്ട് കുട്ടിക്കാലം തൊട്ട് മഹാനായ ശൈഖുന താജുൽ ഉലമ ഇൽമ തഅല്ലുമ തഅലീം കൊണ്ട് മാത്രം സുഖലായവരാണ്. ഞാൻ താജുൽ ഉലമയുടെ കുട്ടിക്കാലം കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാമായ വന്യരായ പിതാവ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് നൽകുന്ന മോട്ടിവേഷൻ ക്ലാസ് പലപ്പോഴും പറയാറുള്ളത് താജുൽ ഉലമയുടെ കുട്ടിക്കാലമായിരുന്നു. താജുൽ ഉലമ ജനിച്ചതും വളർന്നതും ഞങ്ങളുടെ നാടും തറവാടും ഒന്നാണ്. ഞങ്ങൾ ഒരേ തൊട്ടടുത്ത വീടാണ്, ഒരേ കുടുംബമാണ്, ഒരേ തറവാടാണ്.
വീടാണ്, കരുവന്തിരത്തി തച്ചറമ്പത്ത് വീടാണ് ഞങ്ങളുടേതെങ്കിൽ അവിടെ നിന്ന് 50 മീറ്റർ അകലെയുള്ള തങ്ങളകത്ത് വീട്. ആ വീട്ടിൽ മഹാനായ താജുൽ ഉലമയുടെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് താജുൽ ഉലമ കരുവന്തിരുത്തിയിലെത്തിയാൽ കരുവന്തിരുത്തി വലിയ ജുമാഅത്ത് പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അതാ ഞങ്ങളൊന്നും കുട്ടിക്കാലത്ത് അവിടെ ആരും കയറാറില്ല, ജിന്നുകളാണ്, അവിടെ കയറാൻ പറ്റില്ലെന്ന് പറയുന്നു. എന്നാൽ അതിന്റെ 50 വർഷം മുമ്പ് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്നെ പ്രസവിക്കുന്ന സമയത്ത് താജുൽ ഉലമക്ക് 43 വയസ്സുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആ പള്ളിയുടെ മുകളിലേക്ക് കയറാൻ ഞങ്ങൾ അനുവദിക്കാറില്ല എങ്കിൽ മഹാനായ താജുൽ ഉലമയുടെ കുട്ടിക്കാലത്ത് കരുവന്തിരുത്തിയിലെത്തിയാൽ, ജന്മനാട്ടിലെത്തി ഉടനെ പള്ളിയുടെ മുകളിലേക്ക് എത്തി അതാ കിതാബുകൾ അത്യുച്ചത്തിൽ ഓതുന്നത് കേട്ട് നാട്ടുകാര് പറയും ചുരുങ്ങിക്കുഹത്തങ്ങളെത്തി. അന്ന് അവർ വിളിച്ചിരുന്ന വാക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾ വിളിച്ചിരുന്ന വാക്ക് ചേർഞ്ഞാക്ക, ചേർഞ്ഞാക്ക, അഥവാ സയ്യിദ് അബ്ദുറഹ്മാൻ ചെറുകുഞ്ഞിക്കോയത്തങ്ങൾ, ചേർഞ്ഞിത്തങ്ങൾ അവിടെ എത്തി എന്ന് പറയുന്നത്. അഥവാ പിന്നീട് പോകുന്നത് വരെയും മുത്തഅല്ലിമീങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു കൊണ്ട്, പള്ളിയിൽ നാട്ടിൽ വന്ന് പഠിക്കുന്ന നാട്ടിലല്ല, നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം ജന്മം നാട്ടിൽ വന്നാലും വേഷമയിച്ചു വെക്കുകയില്ല, രൂപം മാറുകയില്ല, പീഡിക തിണ്ണയിലിരിക്കുകയില്ല, ഗീബത്തില്ല, നമീമത്തില്ല, തമാശയില്ല. കുട്ടിക്കാലം തൊട്ടേ അഥവാ ദറസുകൊണ്ട് ശുഗലായി, ദറസുകൊണ്ട് പഠിച്ച് ഇൽമിൽ നന്നായി അവഗാഹം നേടി അക്കാലം തൊട്ട് ആരെയും മറക്കാതെ, ആരെയും ഒരാൾക്കും അടിയറ പറയാതെ മഹാനവ ജീവിതങ്ങൾ എണ്ണി പറയാൻ വളരെ കൂടുതലുണ്ട്. സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ-റഹീമായ അല്ലാഹ്, ആ ദറജ ഉയർത്തണേ അല്ലാഹ്, ദറജ ഉയർത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച മഹാനായ താജുൽ ഉലമയുടെ പേരിൽ വലിയ അനുസ്മരണ സമ്മേളനം ദിക്ർ മജീസ് സ്വലാത്തു നഗറിൽ നടക്കുന്നു. മഹാനവകൾ അവസാനമായി വന്ന മജീസ് സ്വലാത്തു നഗറാണ്. അതിന്റെ ശേഷം ഒരു പബ്ലിക് വേദിയിൽ മഹാനവൾ കയറിയിട്ടില്ല. 17 കൊല്ലം മുമ്പ് ഈ വിനീതന്നൊരു വലിയ അസ്വസ്ഥത വന്നു. സ്വലാത്തിന്റെ നേതൃത്വം കഴിയാതെ വിഷമിച്ച രംഗം െന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, പേടിക്കണ്ട, മാറുമെന്ന് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു. 27-ാം രാവല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞത്. ഇങ്ങനെ സ്വലാത്തിനെ സ്നേഹിച്ച മഹാനുഭാവൻ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച സ്വലാത്ത് മജ്ലിസിൽ പറയാമെന്നുണർത്തി ഞാൻ സംസാരം ചുരുക്കുന്നു. അർഹമുർ-റഹീമായ അല്ലാഹ്, ആ ദറജയെ ഉയർത്തണേ അല്ലാഹ്. അവരുടെ പേരിൽ തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് താജുൽ ഉലമയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ദിക്റുകളും തഹ്ലീലുകളുമാണല്ലോ പ്രധാനമായുള്ളത്. نبينا وحبيبنا وشفيعنا المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والأولياء وأهل الخير كلهم أجمعين. الفاتحة.